പ്രശസ്ത വേദശാസ്ത്രജ്ഞനും ദാർശനികനും ചിന്തകനും ഗ്രന്ഥകാരനുമായ അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി 1922 ഓഗസ്റ്റ് 9 തൃപ്പൂണിത്തുറയിൽ ജനിച്ച് 1996 നവംബർ 24 കാലം ചെയ്ത് ഓർത്തഡോക്സ് സെമിനാരി ചാപ്പലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുമേനിയുടെ അപൂർവമായ വിജ്ഞാനവും തേജസ്സുറ്റ പ്രതിഭയും തിളങ്ങുന്ന രചനകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവയും ഇന്ന് കാലിക പ്രാധാന്യമുള്ളതുമായ വിഷയങ്ങൾ കൂടുതൽ അനുവാചകരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ആ പുണ്യപിതാവിൻ്റെ ചിന്തകളും ദർശനങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് തിരഞ്ഞെടുത്ത ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. സ്നേഹം, ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനം. സ്നേഹമാണ് ക്രിസ്തുമതത്തിൻ്റെ അന്തസത്തയെന്ന് സാധാരണ വ്യവഹരിക്കാറുണ്ട്. പക്ഷേ ഈ അഭിമതത്തെ വിമർശന ബുദ്ധിയാ സ്വീകരിക്കുവാനേ ഈ ലേഖകന് സാധിക്കൂ. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണല്ലോ അർത്ഥം. പല അഭിപ്രായങ്ങൾ ലോകത്തുള്ളതിൽ വെച്ച് ഒരഭിപ്രായമാണ് ക്രിസ്തുമതമെന്ന് പറഞ്ഞാൽ പല ക്രിസ്ത്യാനികൾക്കും അത് സമ്മതിച്ചു കൊടുക്കുവാനാവില്ല. അല്ല, കുറേ സനാതന തത്വങ്ങളുടെ സംഹിതയാണോ മതം? ക്രിസ്തുമതത്തെ ഏതാനും ചില തത്വങ്ങളുടെ സമുച്ചയമാക്കി വെട്ടിക്കുറയ്ക്കുവാനും പ്രയാസം തന്നെ. ഏതർത്ഥത്തിലാണ് ക്രിസ്തുമതത്തെ ഒരു മതമായി നാം കണക്കാക്കുന്നത്? അതിനെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാലും ആചാരം എന്ന് പറഞ്ഞാലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. ക്രിസ്തുമതം ഒരു മതമാണെന്ന് സമ്മതിച്ചാൽ തന്നെ അതിലൊരു അന്തസത്തയുണ്ടെന്ന് വാദിക്കുവാൻ നന്നേ പ്രയാസമാണ്. ഒരു കേന്ദ്ര പ്രമേയം ക്രൈസ്തവ പാരമ്പര്യത്തിനുണ്ടെന്നതിന് സംശയമൊന്നുമില്ല. പക്ഷേ അത് അന്തസത്തയാണെന്ന് പറയാൻ പ്രയാസം. അടിസ്ഥാനമെന്നോ മൗലിക യാഥാർത്ഥ്യമെന്നോ പറയുന്നതായിരിക്കും കുറെ കൂടി ഉചിതം. എന്താണ് ക്രൈസ്തവ പാരമ്പര്യത്തിലെ മൗലിക യാഥാർത്ഥ്യം അല്ലെങ്കിൽ അടിസ്ഥാനം? സ്നേഹമാണതെന്ന് പറയുവാൻ അത്ര എളുപ്പം സാധ്യമല്ല. ചുരുക്കി പറയണമെങ്കിൽ 1-2 വാക്യങ്ങളെങ്കിലും വേണം. സർവേശ്വരൻ നസ്രത്തിലെ യേശുവിൽ മനുഷ്യനായി തീർന്നു. മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ചു. ഒരു പുതിയ മനുഷ്യവർഗത്തിൻ്റെ ഉദ്ഘാടനമെന്നോണം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. സർവപ്രപഞ്ചത്തിൻ്റെയും ആധിപത്യം യേശുക്രിസ്തുവിൽ മനുഷ്യവർഗത്തിന് നൽകപ്പെട്ടിരുന്നു. സർവമനുഷ്യരും യേശുക്രിസ്തുവിൽ ദൈവമക്കളാകുവാൻ വിളിക്കപ്പെടുന്നു. ഇത്രയുമെങ്കിലും പറഞ്ഞെങ്കിലേ ക്രിസ്തീയ പാരമ്പര്യത്തിലെ മൗലിക യാഥാർത്ഥ്യങ്ങളെ കുറിക്കാനാവൂ. എന്നാൽ ഈ പറഞ്ഞതെല്ലാം സർവേശ്വരന് മനുഷ്യവർഗത്തോടുള്ള മഹാസ്നേഹത്തിൻ്റെ പ്രകടനമാണെന്ന നിലയിൽ സ്നേഹമാണ് ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് വേണമെങ്കിൽ പറയാം. ദൈവവിളി കേൾക്കുന്നവരിൽ നിന്ന് സർവേശ്വരൻ പ്രതീക്ഷിക്കുന്നതും സ്നേഹം തന്നെയാണ്. ദൈവമക്കളാകുക എന്ന് പറഞ്ഞാൽ പിതാവിനെപ്പോലെ സ്നേഹസ്വരൂപരാകുക എന്നാണ് അർത്ഥം. ആ വിധത്തിൽ ചിന്തിച്ചാലും സ്നേഹമാണ് സർവസ്വവും എന്ന് പറയാം. എന്താണ് സ്നേഹം? സ്നേഹമെന്ന മലയാള പദത്തിന് അർത്ഥക്ലിപ്തത നൽകുക വളരെ വിഷമമാണ്. ഉദാഹരണങ്ങൾ കാണിക്കാൻ സാധിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം അർത്ഥം വ്യക്തമാകുകയില്ല. ഉദാഹരണത്തിന് കാമുകി കാമുകന്മാരുടെ സ്നേഹമെടുക്കൂ. അതാണോ ദൈവസ്നേഹത്തിൻ്റെ മാതൃക? കാമുകിയും കാമുകനും തങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാനാവാത്ത ഒരു വികാര പാരവശ്യത്താൽ പരസ്പരം ആകൃഷ്ടരാകുന്നത് പോലെയാണോ ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം? അല്ല. മാതാവിന് കുഞ്ഞിനോടുള്ള സ്നേഹമെടുക്കൂ. അതിലും മാതാവിൻ്റെ ഇച്ഛാശക്തി, വിൽ,
അതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് വാസനാശക്തി, ഇൻസ്റ്റിങ്റ്റാണ്. ഈശ്വരന് മനുഷ്യനോടുള്ള സ്നേഹം ഇങ്ങനെ പരാദത്തമായ ഒരു വാസനാശക്തിയാണോ? ക്രൈസ്തവ പാരമ്പര്യം സ്നേഹമെന്ന പദത്തിന് പുതിയൊരു അർത്ഥം തന്നെ കൊടുത്തു എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു സാഹിത്യം തന്നെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഉടലെടുത്തിട്ടുള്ളത്. ക്രിസ്തു തന്നെ പഠിപ്പിച്ചത് പ്രധാനമായും സ്നേഹമായിരുന്നു. അമർത്യതയുടെ ആനന്ദത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? വേദവിശാരദനും ധനസമ്പന്നനുമായ ഒരു യുവാവിൻ്റേതാണ് ചോദ്യം. നിനക്കെന്തു തോന്നുന്നു? ക്രിസ്തുവിൻ്റെ മറുചോദ്യം. യുവാവിൻ്റെ മറുപടി: ഹൃദയപൂർണതയോടും സർവശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സർവേശ്വരനെ സ്നേഹിക്കണം. എന്നെപ്പോലെയുള്ള മനുഷ്യരാണ് മറ്റുള്ളവരും എന്ന ബോധത്തോടെ അവരെയും സ്നേഹിക്കണം. ശരി, നിന്റെ ഉത്തരം വളരെ ശരി തന്നെ. അങ്ങനെ ചെയ്തുകൊള്ളൂ, നിത്യജീവനുണ്ടാകും. ലൂക്കോസിൻ്റെ സുവിശേഷം 10:25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം എടുത്തു നോക്കൂ. കൂട്ടുകാരനെ സ്നേഹിക്കണം, ശത്രുവിനെ പകയ്ക്കണം എന്നൊക്കെയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? പക്ഷേ ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കൂ. നിങ്ങളെ വിഷമിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. അങ്ങനെ നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ പുത്രന്മാരായിത്തീരൂ. ദുഷ്ടർക്കും ശിഷ്ടർക്കും ഒരുപോലെ ഈശ്വരൻ സൂര്യനെ ഉദിപ്പിക്കുന്നു. നീതിമാനും അനീതിയുള്ളവനും ഒരുപോലെ മഴ കൊടുക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ അതിലെന്താണ് പ്രത്യേകത? അന്യമതസ്ഥരും അത് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളുടെ പിതാവ് എപ്രകാരം സർവസ്നേഹിയായിരിക്കുന്നോ അതുപോലെ നിങ്ങളും ആകേണം. മത്തായിയുടെ സുവിശേഷം 5:43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ പറയുന്നു, തൻ്റെ ഏകപുത്രനെ ലോകത്തിനായി നൽകുവോളം ഈശ്വരൻ നമ്മെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ 3:16. ഒരു പുതിയ ശാസനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു: നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകത്തിന് മനസ്സിലായിക്കൊള്ളും. യോഹന്നാൻ സുവിശേഷം 34:35. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ഈ കൽപ്പന പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ കൽപ്പന: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുക എന്നതിൽ കവിഞ്ഞ് എന്ത് സ്നേഹമാണ് ഒരു മനുഷ്യന് സാധിക്കുക? ഇതാണ് എൻ്റെ ശാസനം: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. യോഹന്നാൻ 15:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ 1-ാം ലേഖനം സ്നേഹത്തെ കുറെ കൂടി ഉയർത്തി കാണിക്കുന്നുണ്ട്. വത്സലരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. കാരണം സ്നേഹം ഈശ്വരനിൽ നിന്നാണ്. സ്നേഹിക്കുന്നവൻ ഈശ്വരജാതനാണ്. അവൻ ഈശ്വരനെ അറിയുന്നു. സ്നേഹിക്കാത്തവന് ഈശ്വരജ്ഞാനം സാധ്യമല്ല. കാരണം ഈശ്വരൻ സ്നേഹം തന്നെയാണ്. ഇതിലാണ് ഈശ്വരന് നമ്മോടുള്ള സ്നേഹം നമ്മുടെ ഇടയിൽ പ്രദൃഷ്ടമായത്. തൻ്റെ ഏകപുത്രനെ ഈശ്വരൻ ലോകത്തിലേക്ക് അയച്ചു. നാം അവൻ മൂലം അവനിൽ ജീവിക്കേണ്ടതിന് തന്നെ. ഇതാണ് സ്നേഹം. നാം ഈശ്വരനെ സ്നേഹിച്ചു എന്നതല്ല, ഈശ്വരൻ നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി ഉണ്ടാക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചു. വത്സലരെ, ഈശ്വരൻ നമ്മെ ഇത്ര വളരെ സ്നേഹിച്ചെങ്കിലും നാമും പരസ്പരം സ്നേഹിക്കണമല്ലോ. ഈശ്വരനെ ആരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ ഈശ്വരൻ നമ്മിൽ വസിക്കുന്നു. അവിടുത്തെ സ്നേഹം നമ്മിലൂടെ വർത്തിച്ച് പൂർണ്ണത പ്രാപിക്കുന്നു. യോഹന്നാൻ 4:7 മുതൽ 12 വരെ. കുറെ കൂടി സവിസ്താരമായി സ്നേഹത്തിൻ്റെ രൂപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിശുദ്ധ പൗലോസാണ്. കോരിന്തിലെ ക്രൈസ്തവർക്ക് എഴുതിയ ലേഖനത്തിലെ ആ സ്നേഹവിവരണത്തിന് ഇന്നും നമ്മെ കോരിത്തരിപ്പിക്കുവാൻ കഴിവുണ്ട്.
മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിപ്പാൻ എനിക്ക് കഴിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊരു വെറും മുഴങ്ങുന്ന ചെമ്പ്, കിലുങ്ങുന്ന കൈത്താളം, എത്ര തന്നെ ദാർശനിക ശക്തികൾ എനിക്കുണ്ടായാലും സകല മർമ്മവും ജ്ഞാനവും ഞാൻ ഹൃദിസ്ഥമാക്കിയാലും മലകളെ മറിക്കാനുള്ള വിശ്വാസശക്തി എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ വെറുമൊരു ശൂന്യതയാണ്. എനിക്കുള്ളതെല്ലാം ഞാൻ ദാനം ചെയ്താലും എൻ്റെ ശരീരം തന്നെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് പ്രയോജനമൊന്നുമില്ല. സ്നേഹത്തിന് ക്ഷമയും കരുണയുമുണ്ട്. സ്നേഹത്തിൽ അസൂയയില്ല, അഹങ്കാരവുമില്ല. അത് ഉദ്ധതയുമല്ല, പുരുഷവുമല്ല. അതിൻ്റെ ഇഷ്ടം നടക്കണമെന്ന് അതിന് ശാഠ്യമില്ല. അതിന് വിരോധവുമില്ല, കാലുഷ്യമില്ല. സ്നേഹം സർവവും സഹിക്കും, സർവവും വിശ്വസിക്കും, സർവവും പ്രത്യാശിക്കും, സർവവും സക്ഷമം അനുഭവിക്കും. സ്നേഹത്തിന് അന്ത്യമില്ല. പ്രവചനം നീങ്ങിപ്പോകും, മറുഭാഷകളും മാറിപ്പോകും, ജ്ഞാനം തന്നെയും മാഞ്ഞുപോകും. കാരണം നമ്മുടെ ജ്ഞാനം അപൂർണമാണല്ലോ. പ്രവചനവും അപൂർണം തന്നെ. പൂർണ്ണമായത് വരുമ്പോൾ അപൂർണമായത് അഴിഞ്ഞുപോകും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നാണ് നിലനിൽക്കുന്നത്. എന്നാൽ സ്നേഹമാണ് ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠം. സ്നേഹം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാക്കൂ. 1 കൊരിന്ത്യർ 13:1-14. സ്നേഹം പാശ്ചാത്യ ക്രൈസ്തവ ചിന്തയിൽ എങ്ങനെയാണെന്ന് നോക്കാം. സ്നേഹത്തിൻ്റെ ദാർശനികനായിരുന്നു അഗസ്തീനോസ്. നമുക്ക് ഈശ്വരനെ സ്നേഹിക്കാം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. സ്നേഹിക്കൂ, എന്നിട്ട് എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. സ്നേഹം എല്ലാറ്റിലുമുപരി ഈശ്വരനോടായിരിക്കണം. സ്നേഹമെന്ന് പറഞ്ഞാൽ നന്മയിലേക്കുള്ള ഒരു ആകർഷണമാണ്. സാധാരണഗതിയിൽ നന്മകളുടെ നന്മയാണല്ലോ ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനിലേക്ക് നാം ആകൃഷ്ടരാകുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം. ഈശ്വരനെ നാം സ്നേഹിക്കുന്നത് ഈശ്വരൻ സ്നേഹം തന്നെ ആയതുകൊണ്ടാണ്. സ്നേഹത്തോടുള്ള സ്നേഹമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അന്തസത്തയെന്ന് അഗസ്തീനോസ് വാദിക്കുന്നു. സ്നേഹിക്കപ്പെടേണ്ടതിൻ്റെ സ്നേഹത്തെയാണ് നാം സ്നേഹിക്കേണ്ടത്. നാം ഏറ്റവും സ്നേഹിക്കുന്ന മനുഷ്യരിലുള്ള ഏറ്റവും വലിയ നന്മ അവരുടെ സ്നേഹം തന്നെയല്ലോ. ക്രിസ്തുവിലും നാം സ്നേഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ്. ഈശ്വരൻ തന്നെ സ്നേഹമാണെങ്കിൽ ഈശ്വരനോടുള്ള സ്നേഹം സ്നേഹത്തോടുള്ള സ്നേഹമാണല്ലോ. അതുകൊണ്ട് എന്തിനെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യം എനിക്കില്ല. സഹോദരനെ നാം സ്നേഹിക്കുമ്പോൾ സ്നേഹത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അതുതന്നെയാണ് ഈശ്വര സ്നേഹവും. സ്നേഹത്തെ ഞാൻ ആശ്ലേഷിക്കുമ്പോൾ ഈശ്വരനെ തന്നെയാണ് ഞാൻ ആശ്ലേഷിക്കുന്നത്. അഗസ്തീനോസിൻ്റെ ചിന്തയിൽ പ്ലേറ്റോണിസത്തിനുള്ള സ്വാധീനമാണ് ഇവിടെ കാണുന്നതെന്ന് അക്വിനാസ് ചൂണ്ടിക്കാട്ടുന്നു. അതായത് എല്ലാ സ്നേഹവും ദിവ്യ സ്നേഹത്തിലുള്ള നമ്മുടെ പങ്കാളിത്തത്തെ കുറിക്കുന്നു എന്നുള്ള ചിന്ത തന്നെ. സ്നേഹത്തോടുള്ള സ്നേഹമാണ് യഥാർത്ഥ സ്നേഹമെങ്കിൽ ഈശ്വരൻ്റെ സ്നേഹമോ? ഈശ്വരൻ നമ്മെ സ്നേഹിക്കുന്നത് എന്തിന്? നാം സ്നേഹമായതുകൊണ്ടോ നന്മയായതുകൊണ്ടോ ആണോ? അല്ല. ഈശ്വരൻ്റെ സ്നേഹവും സ്നേഹത്തോടുള്ള സ്നേഹമാണ്. പക്ഷേ സ്നേഹം ദൈവമാണെങ്കിൽ സ്നേഹത്തോടുള്ള സ്നേഹം തന്നെയുള്ള സ്നേഹമാവില്ലേ? ഒരു വിധത്തിൽ അതെ. ഈശ്വര സ്നേഹത്തിൻ്റെയും ഈശ്വരേച്ഛയുടെയും ഈശ്വരജ്ഞാനത്തിൻ്റെയും ഒക്കെ വിഷയം ഈശ്വരൻ തന്നെ അല്ലെങ്കിൽ ഈശ്വരൻ ഏതാണ്ട് പോരായ്മയുണ്ടായിട്ട് ഈശ്വരനല്ലാത്ത മറ്റൊന്നിനെ സ്നേഹിക്കുക എന്നോ അത് തീർച്ചയായും സാധ്യമല്ല. പക്ഷേ സൃഷ്ടി ഈശ്വരനാണോ? പിന്നെ എങ്ങനെയാണ് ഈശ്വരൻ സൃഷ്ടിയെ സ്നേഹിക്കുക? തീർച്ചയായും നാം ഈശ്വരനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ഈശ്വരൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നാം ഈശ്വരനല്ലെങ്കിൽ അതെങ്ങനെ സാധിക്കും? ആ ചോദ്യത്തിനുമുണ്ട് സമാധാനം അഗസ്തീനോസിൻ്റെ കയ്യിൽ.
സൃഷ്ടിയുടെ തന്നെ തത്വം എന്താണ്? സ്നേഹം. സൃഷ്ടിയുടെ സോപാനത്തിൽ ഓരോ പടിയിലുമുള്ള സൃഷ്ടിക്ക് അതിന് മുകളിലുള്ളതിനോട് ആകർഷണമുണ്ട്. ഉപരിയായുള്ളതിനെക്കുറിച്ച് വിഭാവനം ചെയ്ത് അതിൻ്റെ മുദ്ര താഴെയുള്ളതിൽ പതിയുമ്പോഴാണ് രണ്ടാമത്തേതിന് രൂപഭേദമുണ്ടാകുന്നത്. അങ്ങനെ സൃഷ്ടിയിൽ തന്നെ കാണപ്പെടുന്നത് ഈശ്വരൻ്റെ സ്നേഹസ്വരൂപമാണ്. ഈശ്വരൻ സൃഷ്ടിയെ നോക്കിയിട്ട് കണ്ടതെന്താണ്? അത് നല്ലതാണെന്നല്ലേ? അതുകൊണ്ട് സൃഷ്ടി ഈശ്വരൻ്റെ നന്മയുടെ പ്രതിഫലനമാണ്. അങ്ങനെയെങ്കിൽ സൃഷ്ടിയെ സ്നേഹിക്കുന്നതിൽ ഈശ്വരൻ സ്വയം സ്നേഹിക്കുകയാണെന്ന് പറയുന്നതിൽ വലിയ തെറ്റില്ല. പക്ഷേ ഈശ്വരൻ്റെ സ്നേഹമെന്ന് പറയുന്നത് സൃഷ്ടിയുടെ കാര്യത്തിൽ എന്നതുപോലെ അപൂർണത പൂർണ്ണതയെ തേടുന്നതല്ല. പൂർണ്ണതയുടെ കവിഞ്ഞൊഴുകലാണ് ഈശ്വരന് സൃഷ്ടിയോടുള്ള സ്നേഹം. സൃഷ്ടിയുടെ ഉത്ഭവം തന്നെ ആ കവിഞ്ഞൊഴുക്കിലാണ്, അല്ലാതെ ഈശ്വരൻ്റെ ആഗ്രഹത്തിലൊന്നുമല്ല. അപൂർണതയ്ക്ക് പൂർണ്ണതയോടുള്ള സ്നേഹത്തിൽ സ്നേഹിക്കുന്നവൻ സ്നേഹവിഷയത്തിന് സ്വയം കീഴ്പ്പെടുത്തി കൊടുക്കേണ്ടി വരുന്നു. സൃഷ്ടിയിലാവട്ടെ ഈശ്വര സ്നേഹമാകുന്ന അരൂപി ജലത്തിൻ്റെ മീതെ പറന്നു നടക്കുന്നതേയുള്ളൂ. അതിന് വെള്ളത്തെക്കൊണ്ട് ആവശ്യമൊന്നുമില്ല. ദൈവസ്നേഹത്തിലാണ് സൃഷ്ടിയുടെ ഉത്ഭവം. ദൈവസ്നേഹത്തിലാണ് അതിൻ്റെ നിലനിൽപ്പ്. പക്ഷേ ദൈവം തൻ്റെ സൃഷ്ടിയുടെ അടിമയല്ല. അഗസ്തീനോസിൻ്റെ ഈ ചിന്താഗതിയുടെ ഒരു വിമർശനത്തിന് ഇവിടെ ഒരുങ്ങുന്നില്ല. 2-3 ബലഹീനതകൾ ചൂണ്ടിക്കാണിക്കാതെ നിവൃത്തിയുമില്ല. ഒന്നാമതായി, നിയോപ്ലേറ്റോണിസത്തിലുള്ള സ്നേഹത്തിൻ്റെ നിർവചനം വലിയ വ്യത്യാസങ്ങളൊന്നും കൂടാതെ അദ്ദേഹം എടുത്തുപയോഗിക്കുന്നു എന്നുള്ളത്. സ്നേഹം വെറും ഒരു ആകർഷണ ശക്തി മാത്രമാണോ? അതിൽ വികാരവും ഇച്ഛയും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കേണ്ടതല്ലേ? സ്നേഹം ആകർഷണം മാത്രമല്ല, യോഗമാണ്, സംയോജനമാണ്. അതുപോലെ തന്നെ സ്നേഹം ആത്മസമർപ്പണവുമാണ്, സേവനമാണ്, ആത്മത്യാഗമാണ്, മറ്റു പലതുമാണ്. വളരെ പരിമിതമായ ഒരു സ്നേഹനിർവചനമാണ് അഗസ്തീനോസിൻ്റെ ചിന്തയിലുള്ളത്. രണ്ടാമത്തെ ബലഹീനത, സ്നേഹം പരമനന്മയെ തേടിയിട്ടുള്ള ഗതിയാണെന്നുള്ള വിഭാവനത്തിലാണ് കാണപ്പെടുന്നത്. തേടുന്നത് എന്തിന്? സ്വായത്തമാക്കുന്നതിനോ ആസ്വദിക്കുന്നതിനോ അതോ പരമനന്മയ്ക്ക് നമ്മെ തന്നെ നൽകി നിർവൃതി നേടുന്നതിനോ? അഗസ്തീനോസിൻ്റെ ചിന്തയിൽ ഈ വ്യത്യാസം അത്ര വ്യക്തമല്ല. പരമനന്മയെ നേടുന്നതിനുള്ള ഒരു പ്രവണത നമ്മിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മിൽ നന്മയൊന്നുമില്ല. നാം പൂർണ്ണമായും പാപികളാണ്. തിന്മയ്ക്കുള്ള വ്യഗ്രതയാണ് മനുഷ്യൻ എന്നുള്ള അഗസ്തീനോസിൻ്റെ സിദ്ധാന്തവുമായി അത് എത്രമാത്രം യോജിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്താസൗധത്തിൻ്റെ മറ്റൊരു ബലഹീനത. ഇതൊക്കെയാണെങ്കിലും സ്നേഹമാണ് ഈശ്വരൻ. ഈശ്വര സംയോഗം സാധിക്കുന്നതുവരെ മനുഷ്യഹൃദയം ചഞ്ചലമാണ്, ശാന്തതയില്ലാത്തതാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മാത്രമല്ല, ഉത്കൃഷ്ട മതങ്ങളുടെ ഒക്കെയും അന്തസത്തയിൽ കാണപ്പെടുന്നുണ്ടെന്നതിന് സംശയമില്ല. സ്നേഹം ഒരു പൗരസ്ത്യ ചിന്തകനിൽ എങ്ങനെയാണെന്ന് നോക്കാം. സ്നേഹത്തെപ്പറ്റി അധികം ചിന്തിച്ചിട്ടുള്ള പൗരസ്ത്യ ക്രിസ്തീയ പിതാക്കന്മാരിൽ അഗ്രഗണ്യനാണ് മാക്സിമോസ്. അദ്ദേഹത്തിൻ്റെ ചിന്താസൗധത്തിൻ്റെ അടിസ്ഥാനം നിഷ്കാമത, ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ളതാണ്. സദ്ഗുണം, വെർച്യു, ദുർഗുണം, വൈസ് എന്നിവയാണ് മനുഷ്യൻ്റെ 2 സാധ്യതകൾ. ഇവയിൽ മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ളത് സദ്ഗുണമാണ്. സദ്ഗുണ സോപാനത്തിൻ്റെ ഉച്ചകോടിയാണ് സ്നേഹം. ദുർഗുണങ്ങൾ പലതാണ്. ദുർഗുണങ്ങൾ ശരീരത്തിൻ്റെയോ ആത്മാവിൻ്റെയോ മനസ്സിൻ്റെയോ ആകാം. അവയുടെ എല്ലാം ഉത്ഭവം ശരീരത്തിന് പഞ്ചേന്ദ്രിയങ്ങൾ വഴി ലോകവുമായുള്ള ബന്ധത്തിൽ നിന്നാണെന്ന് മാക്സിമസ് പറയുന്നു.
ആത്മാവിൻ്റെ ശക്തികളുടെ ദുരുപയോഗമാണ് ഇന്ദ്രിയങ്ങൾ തെറ്റായ വഴിയിൽ പോകുന്നതിന് കാരണം. എന്നാൽ ആത്മാവിൻ്റെ ശക്തി തന്നെ രണ്ട് വിധത്തിൽ ഉള്ളതാണ്: ക്രോധാഷ്ഠിതം അല്ലെങ്കിൽ മാനസികം, കാമാധിഷ്ഠിതം അഥവാ വൈകാരികം. ആത്മനിയന്ത്രണവും യഥാർത്ഥ സ്നേഹവുമാണ് ഇവയുടെ പ്രതിവിധി എന്ന് പറയുന്നു. എന്നാൽ ദുർഗുണങ്ങളുടെ എല്ലാം അടിസ്ഥാനം കാമാധിഷ്ഠിതമായ വൈകാരികമായ ആത്മസ്നേഹമാണ്. അതിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന മറ്റു ദുർഗുണങ്ങളിൽ പ്രധാനമായുള്ളത് ഉദരമോഹം, അടുത്തത് ലൈംഗികമോഹം. ഉദരമോഹത്തിൻ്റെ പിരിയാത്ത കൂട്ടുകാരനാണ് ഇത്. മൂന്നാം സ്ഥാനത്ത് ദ്രവ്യമോഹം നിൽക്കുന്നു. ഈ ആർജനാസക്തിയും വൈകാരികം അഥവാ കാമാധിഷ്ഠിതം തന്നെ. കാമാധിഷ്ഠിത ദുർഗുണങ്ങളെ അനുഗമിക്കുന്ന ക്രോധാഷ്ഠിത ദുർഗുണങ്ങളിൽ കോപദുഃഖങ്ങളാണ് ഒന്നാം സ്ഥാനത്ത്. പരസ്പര ബന്ധിതങ്ങളാണ് കോപവും ദുഃഖവും. ആനന്ദത്തിൻ്റെ അഭാവത്തിൽ നിന്നാണ് രണ്ടിൻ്റെയും ഉദ്ഭവം. അശ്രദ്ധയാണ് അടുത്ത ദുർഗുണം. മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ഈ കഴിവില്ലായ്മ ക്രോധാധിഷ്ഠിതമാണ്. കാരണം ക്രോധം എന്ന് പറയുന്നത് മാനസികമായ ആത്മനിയന്ത്രണത്തിൻ്റെ അഭാവം തന്നെയാണല്ലോ. പക്ഷേ കാമാധിഷ്ഠിത ദുർഗുണങ്ങളിലേക്കുള്ള ആസക്തിയാണ് ശ്രദ്ധയെ നിയന്ത്രണമല്ലാതാക്കി തീർക്കുന്നത്. പ്രശംസാമോഹം, വെയിൻ ഗ്ലോറി, അഹങ്കാരബന്ധിയായ മാനസിക പാപങ്ങളിൽ പ്രധാനമായിട്ടുള്ളതാണ്. ഔദ്ധത്യമാണ്, പ്രൈഡ്, ദുർഗുണങ്ങളിൽ അഗ്രഗണ്യൻ. അവസാനം മാത്രമേ അവൻ കീഴടങ്ങുകയുള്ളൂ. സത്യത്തിൻ്റെ നിഷേധമായ ഈ ദുർഗുണം അടിസ്ഥാനത്തിൽ മാനസികമാണ്. ഈശ്വരൻ സർവോപരി നന്മയാണ്. സകല നന്മയുടെയും ഉണ്മയുടെയും ഉറവാണ് എന്ന സത്യം മറന്നിട്ട് ഞാൻ തന്നെയാണ് നന്മയുടെയും ഉണ്മയുടെയും ഉദ്ഭവ കേന്ദ്രം എന്ന മിഥ്യാബോധമാണ് ഔദ്ധത്യത്തിൻ്റെ അടിസ്ഥാനം. മനുഷ്യനെ ദ്രവിപ്പിക്കുന്നവയാണ് ഈ ദുർഗുണങ്ങൾ. മനുഷ്യൻ മരണോന്മുഖനായി ജീവിക്കുന്നതിൻ്റെ കാരണവും ഈ വിവിധ ദുർഗുണങ്ങൾ തന്നെയാണ്. മാനസികവും വൈകാരികവുമായി മനുഷ്യാത്മാവിനുള്ള ശക്തികളുടെ ദുർവിനിയോഗമാണ് മനുഷ്യനെ മരണത്തിലേക്ക് നടത്തുന്നത്. ബഹുരൂപമായ ഈ ദുർഗുണ സമുച്ചയം മനുഷ്യാത്മാവിൻ്റെ ഐക്യത്തെ ശിഥിലീകരിച്ച് സാഫല്യം നൽകാൻ സാധിക്കാത്ത മോഹങ്ങളുടെ വൈവിധ്യത്തിലേക്ക് മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്നു. ഈശ്വര ബന്ധത്തെ ഖണ്ഡിച്ച് നന്മയുടെയും ഉണ്മയുടെയും ഉറവയുമായുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ ഛേദിച്ചു കളയുന്നു. ഈശ്വരനെയും സഹോദരനെയും സ്നേഹിച്ചു ജീവിക്കുവാൻ നിയുക്തനായ മനുഷ്യൻ ഈ ദ്വിബന്ധങ്ങളുടെ നിഷേധം മൂലം മനുഷ്യനല്ലാതായിത്തീരുന്നു. സ്നേഹം വീണ്ടും സാധ്യമായിത്തീരുമ്പോഴേ അവന് വീണ്ടും മനുഷ്യനായിത്തീരുവാൻ കഴിയുകയുള്ളൂ. ഏകോന്മുഖമായ സ്നേഹം മൂലം ആനന്ദ നിർവൃതി അടയേണ്ട മനുഷ്യൻ ബഹുമുഖമായ ദുർഗുണങ്ങളെ തേടി കാമപൂരണം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നതോടെ അവൻ മനുഷ്യനല്ലാതായിത്തീരുന്നു. ഈ ദുർഗുണങ്ങളോടും ഐന്ദ്രികാനുഭൂതിയോടുമുള്ള ഒരു ആസക്തി അവനിൽ ഉദ്ഭൂതമായി ഒന്നായിരിക്കേണ്ട മനുഷ്യൻ പലതായിത്തീരുന്നു. പല ഇന്ദ്രിയങ്ങളിൽ കൂടി പല അനുഭവങ്ങളെ തേടുന്നു. ഒന്നും നിർവൃതി നൽകുന്നില്ലാതാനും. മനുഷ്യ വ്യക്തിയിലുണ്ടാകുന്ന ഈ തകർച്ച മനുഷ്യവർഗത്തെ തന്നെയും ബാധിച്ചിട്ടുണ്ട്. മനുഷ്യവർഗം തന്നെ സ്നേഹത്തിൻ്റെ അഭാവം മൂലം ഛിന്ന ഭിന്നമായി പോകുന്നു. മനുഷ്യ സ്നേഹത്തിന് പകരം സ്വാർത്ഥ സ്നേഹം മനുഷ്യരെ ഭരിക്കുന്നതോടുകൂടെ അവൻ്റെ സാർവലൗകികവും വ്യക്തിപരവുമായ ഐക്യം നശിക്കുന്നു.
സ്നേഹത്തിൽ അധിഷ്ഠിതമായ സദ്ഗുണ സമുച്ചയം, വിശ്വാസം, ഈശ്വരാരാധന, ആത്മനിയന്ത്രണം, ക്ഷമിപ്പാനും സഹിപ്പാനുമുള്ള ശക്തി, ഈശ്വരനിലുള്ള പ്രത്യാശ, നിഷ്കാമത, സ്നേഹം എന്നിവയാണ്. സ്നേഹമാണ് ഇവയുടെ എല്ലാം കേന്ദ്രവും ഉച്ചകോടിയും. സ്നേഹത്തിൽ സകല സദ്ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു. സ്നേഹം ഛിന്നഭിന്നമായതിനെ വീണ്ടും ഒരുമിപ്പിക്കുന്നു. സ്നേഹം നമ്മെ ദൈവാരൂപികളാക്കുന്നു. സ്നേഹം മൂലം നാം ദൈവീകൃതരാകുന്നു. സ്നേഹം അന്ത്യവിശ്രമത്തിലേക്ക്, അനന്തശാന്തിയിലേക്ക്, പരമാനന്ദത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു. സ്നേഹത്തിൻ്റെ പാരമ്യമാണ് ഈശ്വരനുമായുള്ള പൂർണ്ണമായ സംയോജനം. അതാണ് സായുജ്യം. അവിടെ സ്നേഹം പൂർണ്ണതയിലെത്തുമ്പോൾ മനുഷ്യൻ ഈശ്വരാരൂപിയായിത്തീരുന്നു. അതിൽ കവിഞ്ഞൊന്നുമില്ലല്ലോ. മാക്സിമസത്തിൻ്റെ ഈ പൗരസ്ത്യ ചിന്താഗതിയിലും ചില മൗലിക ബലഹീനതകൾ ഇല്ലാതില്ല. ഒന്നാമത്, ഈ സ്നേഹനിർവചനത്തിൽ ക്രൈസ്തവമായി എന്താണുള്ളതെന്ന് ആധുനിക ക്രൈസ്തവർ ചോദിക്കും. ഏത് മതത്തിലും അംഗീകാര്യമല്ലാത്ത തത്വങ്ങളാണല്ലോ ഇവ. ക്രിസ്തു ഇങ്ങനെയൊന്നുമല്ലല്ലോ പഠിപ്പിച്ചത്. ഇതാണോ ക്രിസ്തുമതം? ഇത് അരിസ്റ്റോട്ടിലും പ്ലേറ്റോനസും സ്റ്റോയിക്കുകളും പഠിപ്പിച്ച ചിന്തയല്ലേ? ഇനി സ്നേഹം ഒരാധുനിക ചിന്തകനിൽ എങ്ങനെയാണെന്ന് നോക്കാം. സ്നേഹത്തെപ്പറ്റി എഴുതിയിട്ടുള്ള ആധുനിക പാശ്ചാത്യ ക്രൈസ്തവരുടെ പട്ടിക സുദീർഘമാണ്. C.S. വില്യംസ്, C.S. ലൂയിസ്, ആൻഡേഴ്സ് നീഗ്രൻ, M.C. ഡാഴ്സി തുടങ്ങിയവർ അതിൽ ഉൾപ്പെടുന്നു. നീഗ്രനും ഡാഴ്സിയും വായിച്ചാലേ ഈ സ്നേഹവിവാദത്തിൻ്റെ കഥ മുഴുവനും മനസ്സിലാവുകയുള്ളൂ. നീഗ്രൻ്റെ അഗാപ്പയും ഈറോസും എന്ന ഗ്രന്ഥം സ്നേഹനിർവചനത്തിൻ്റെ ക്രൈസ്തവ ചരിത്രത്തെ സമഗ്രമായി വിശദമാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ചില പദ്ധതികൾക്കുള്ളിൽ സ്നേഹത്തെ നിർത്തുവാൻ വേണ്ടി ഈ ചരിത്രത്തെ പലപ്പോഴും അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹത്തെപ്പറ്റി അദ്ദേഹം സ്നേഹത്തെ 3 തരം തിരിച്ചിരിക്കുന്നു. അഗാപ്പെ ആണ് പുതിയ നിയമത്തിലെ ക്രൈസ്തവ സ്നേഹം. ഈറോസ് ഗ്രീക്ക് പാരമ്പര്യത്തിലെ സ്നേഹവിഭാവനമാണ്. ഇവ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് മധ്യശതകങ്ങളിൽ കത്തോലിക്ക സഭ ഉളവാക്കിയ ഒരു ആശയ സങ്കേതമാണ് കാരിത്താസ്, ഇംഗ്ലീഷിൽ ചാരിറ്റി. ഈറോസ് മനുഷ്യന് ഈശ്വരനോടുള്ള സ്നേഹമാണ്. പൂർണ്ണതയോടുള്ള ഒരു ആസക്തിയാണിത്. ഈശ്വരനെ തേടി കണ്ടുപിടിച്ച് നിർവൃതി അടയുന്നത് വരെ ആളിക്കത്തിയോ വഴിതെറ്റിയോ മങ്ങിമയങ്ങിയോ കിടക്കുന്ന ഒരു മൗലിക ബുഭുക്ഷയാണ് ഈ ഈറോസ്. നിന്നിൽ വിശ്രാന്തി അടയുന്നത് വരെ അക്ഷമമാണെൻ്റെ ഹൃദയം എന്ന് ആഗസ്തീനോസ് പറഞ്ഞത് മനുഷ്യഹൃദയത്തിൻ്റെ ഈ പ്രാഥമിക വാഞ്ഛയെക്കുറിച്ചാണ്. ഒട്ടിയ വയറ് നിറയ്ക്കാൻ വിശപ്പ് വാഞ്ചിക്കുന്നത് പോലെ ശൂന്യമായ മനുഷ്യഹൃദയം ഈശ്വരനെ കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഈറോസ്. പോരായ്മയെ തീർക്കാനുള്ള ഒരു വ്യഗ്രത, മൂല്യങ്ങളെ സ്വായത്തമാക്കാനുള്ള ആഗ്രഹം. അഗാപ്പയാകട്ടെ പൂർണ്ണതയുടെ ഒരു കവിഞ്ഞൊഴുക്കാണ്. മൂല്യത്തെ അല്ലാതെ തേടുന്നത്. അതിന് പോരായ്മയൊന്നുമില്ല. നിറവിൽ നിന്നാണ് അഗാപ്പയുടെ ഉത്ഭവം. കുറവിൽ നിന്നാണ് ഈറോസ് ഉടലെടുക്കുന്നത്. ഈറോസിന് കുറവ് തീർക്കാൻ മൂല്യത്തെ സ്വായത്തമാക്കണം. അഗാപ്പയാകട്ടെ വിലയില്ലാത്തതിന് വിലയുണ്ടാക്കി കൊടുക്കുന്നു. ആർജനാശക്തിയൊന്നും അതിനില്ല. അഗാപ്പെ ഈശ്വരന് മാത്രമേ സാധിക്കൂ. കാരണം നിറവ് അവിടെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈശ്വരനോടുള്ള സ്നേഹം നിറവിൽ നിന്നുള്ളതല്ല, പ്രത്യുത കുറവിൽ നിന്നുള്ളതാണ്. പാപികളായ നാം
പൂർണ്ണതയെ സ്നേഹിക്കുന്നത് ഈറോസ്. പൂർണ്ണതയുള്ള ഈശ്വരൻ പാപികളെ സ്നേഹിച്ച് അവർക്ക് വിലയുണ്ടാക്കി കൊടുക്കുന്നത് അഗാപ്പെ. അഗാപ്പെ നിഷ്കാമമാണ്. നമ്മുടെ സ്നേഹം ആർജനാശക്തിയുള്ളതാണ്. നാം ലഭിക്കുവാൻ വേണ്ടി സ്നേഹിക്കുന്നു, അത് ഈറോസ്. ഈശ്വരൻ നൽകുവാൻ വേണ്ടി സ്നേഹിക്കുന്നു, അത് അഗാപ്പെ. അഗാപ്പെ നിസ്വാർത്ഥമായ ഈശ്വരദാനമാണ്. ഈറോസ് സ്വാർത്ഥമോഹമുള്ള ആർജനാശക്തിയാണ്. രണ്ടും പൂർണ്ണമായും പരസ്പര വിരുദ്ധമാണ്. ഇതാണ് നീഗ്രന്റെ പ്രശസ്തമായ നിർവചനം. എന്നാൽ ഇവയുടെ സ്വാഭാവികമായ പരസ്പര വൈരുദ്ധ്യം മനസ്സിലാക്കാതെ രണ്ടിനെയും പരസ്പരം അനുരഞ്ജിപ്പിച്ച് ഒരു സങ്കലിത ആശയമുണ്ടാക്കിയതാണ് മാധ്യമിക കാലങ്ങളിലെ പാശ്ചാത്യ സഭയുടെ സൃഷ്ടിയായ കാരിത്താസ്. ഈ സങ്കലനം മൂലം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ജീവനാഡിയായ അഗാപ്പയ്ക്ക് ബലക്ഷയമുണ്ടാവുകയാണ് ചെയ്തതെന്നാണ് നീഗ്രന്റെ വാദം. ശത്രുവായ ഈറോസ് അഗാപ്പയെ കീഴ്പ്പെടുത്തിയില്ല. ഇടയ്ക്കിടയ്ക്ക് അഗാപ്പെ വീണ്ടും പൊന്തിവരും. അപ്പോഴാണത്രേ ക്രൈസ്തവ സഭയ്ക്ക് നവോത്ഥാനമുണ്ടാകുന്നത്. ലൂഥറൻ പാരമ്പര്യത്തിലാണ് സ്വീഡൻകാരനായ ബിഷപ്പ് നീഗ്രന്റെ ചിന്തയുടെ ഉത്ഭവം. ക്രൈസ്തവ വിശ്വാസത്തെയും ഗ്രീക്ക് പാരമ്പര്യത്തെയും പരസ്പര വിരോധികളായി കാണുക എന്നുള്ളത് നവീകരണ സഭകളിൽ സാധാരണ കാണുന്ന ഒരു പ്രവണതയാണ്. യോഗാത്മകത, മിസ്റ്റിസിസം, അവയോടുള്ള വൈരുദ്ധ്യവും ഈ ജർമ്മൻ പാരമ്പര്യത്തിൽ രൂഢമൂലമാണ്. ഈശ്വരനും മനുഷ്യനും പരിപൂർണമായും പരസ്പര വൈരുദ്ധ്യമുള്ളവരായി കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക പാരമ്പര്യമാണ് കാൽവിനിസത്തിലും ലൂഥറനിസത്തിലും കാണുന്നത്. അത് മനസ്സിലാക്കിയെങ്കിലേ അഗാപ്പയും ഈറോസും തമ്മിൽ പരിപൂർണ വൈരുദ്ധ്യം കൽപ്പിക്കുന്ന നീഗ്രന്റെ ചിന്തയും മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഈ വൈരുദ്ധ്യത്തിൻ്റെ പ്രമുഖ വശങ്ങൾ അദ്ദേഹം തന്നെ നൽകുന്നത് ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമതായി ഈറോസ് ആർജനാശക്തിയും വാഞ്ചയുമാണ്. എന്നാൽ അഗാപ്പെ ത്യാഗാത്മകമായ ആത്മദാനമാണ്. 2, ഈറോസ് മുകളിലോട്ടുള്ള നീക്കമാണ്. എന്നാൽ അഗാപ്പെ താഴോട്ട് നീങ്ങുന്നു. 3, ഈറോസ് മനുഷ്യരിൽ നിന്ന് ഈശ്വരനിലേക്ക് പ്രയാണം ചെയ്യുന്നു. അഗാപ്പെ ആകട്ടെ ഈശ്വരനിൽ നിന്ന് മനുഷ്യരിലേക്കും. 4, ഈറോസ് മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. മനുഷ്യൻ്റെ മുക്തി അവനവൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായി അത് കാണുന്നു. എന്നാൽ അഗാപ്പെ ആവട്ടെ ഈശ്വരൻ്റെ കൃപയാണ്. ഈശ്വര സ്നേഹത്തിൻ്റെ ഫലമാണ് രക്ഷ. 5, ഈറോസ് അഹം കേന്ദ്രമായ ഈഗോസെൻട്രിക് സ്നേഹമാണ്. അതിൻ്റെ ശ്രേഷ്ഠവും ഉദാത്തവും ഉത്കൃഷ്ടവുമായ ഒരു സ്വബോധോദ്വലനമാണ്, സെൽഫ് അസേഷനാണ്. എന്നാൽ അഗാപ്പെ ആവട്ടെ നിസ്വാർത്ഥ സ്നേഹമാണ്, സ്വാർത്ഥത്തെ കാക്ഷിക്കുന്നില്ല. അഗാപ്പെ ആത്മസമർപ്പണം ചെയ്യുന്നു. 6, ഈറോസ് ഇതിൻ്റെ ജീവനെ നേടുവാൻ വെമ്പൽ കൊള്ളുന്നു, ദൈവികമായ നിതാന്തമായ ജീവനെ തന്നെ. എന്നാൽ അഗാപ്പെ ആവട്ടെ ഈശ്വരൻ്റെ ജീവിതം ജീവിക്കുന്നു. അതുകൊണ്ട് ജീവനെ നഷ്ടപ്പെടുത്തുവാൻ അതിന് സങ്കോചമില്ല. 7, ഈറോസ് സ്നേഹവിഷയത്തെ നേടുവാനും സ്വന്തമാക്കുവാനും ശ്രമിക്കുന്നു. ആഗ്രഹവും ആവശ്യവുമാണ് അതിൻ്റെ അടിസ്ഥാനം. എന്നാൽ അഗാപ്പെ നൽകുവാനുള്ള സ്വാതന്ത്ര്യമാണ്. സമ്പദ് സമൃദ്ധിയിൽ നിന്നേ അത് അഗാപ്പെ ഉദിക്കുകയുള്ളൂ. 8, ഈറോസ് മനുഷ്യൻ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹിക്കപ്പെടുന്നു. അഗാപ്പെ ആവട്ടെ ഈശ്വരന് മനുഷ്യനോടുള്ള സ്നേഹമാണ്. മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്ന രൂപത്തിൽ മനുഷ്യനോടുള്ള സ്നേഹത്തെ വിഭാവനം ചെയ്താൽ അത് ഈറോസാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന രൂപത്തിലുള്ള സ്നേഹം മനുഷ്യനിൽ കണ്ടാൽ അത് അഗാപ്പയാണ്. 9, ഈറോസിന് സ്നേഹിക്കപ്പെടുന്നതിൻ്റെ ഗുണം
സൗന്ദര്യം, മൂല്യം ഇവയാണ് പ്രധാനം. അത് സ്വതസ്ഫൂർത്തമായിട്ടുള്ളതല്ല, സ്പോണ്ടേനിയസ് ആയിട്ടുള്ളതല്ല, ആകൃഷ്ടമാണ്, പ്രേരിതമാണ്. അഗാപ്പെ ആവട്ടെ സ്നേഹിക്കപ്പെടുന്നതിനാൽ ഭരിക്കപ്പെടുന്നില്ല. നന്മയെയും തിന്മയെയും ഇഷ്ടം പോലെ സ്നേഹിപ്പാൻ അതിന് കഴിയുന്നു. അത് സ്വതസ്ഫൂർത്തമാണ്, കവിഞ്ഞൊഴുകുന്നതാണ്, അനാകൃഷ്ടമാണ്. 10, ഈറോസ് സ്നേഹിതമായതിൽ വില കണ്ടിട്ട് ആ വിലയെയാണ് സ്നേഹിക്കുന്നത്. എന്നാൽ അഗാപ്പെ ആവട്ടെ സ്നേഹിക്കുന്നത് മൂലം വിലയില്ലാത്തതിൽ വില സൃഷ്ടിക്കുന്നു. നീഗ്രൻ്റെ ഈ വാദത്തിന് ദീർഘമായി മറുപടി പറയുവാൻ ഇവിടെ സ്ഥലമില്ല. MC ഡാഴ്സിയുടെ സ്നേഹത്തിൻ്റെ മനസ്സും ഹൃദയവും എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറുപടി നീഗ്രൻ്റെ ചിന്താഗതിയിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ലെന്നാണ് അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിലെ 1953 2-ാം പതിപ്പിൻ്റെ മുഖപുരയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ലേഖകന് ഒരു ചോദ്യമേ ഉള്ളൂ: അഗാപ്പെ ഈശ്വരന് മാത്രമേ സാധ്യമാവുകയുള്ളൂവോ, അതോ മനുഷ്യനും അത് സാധ്യമാണോ? ഈശ്വരൻ സാധ്യമാക്കിയെങ്കിലേ അത് സാധ്യമാകൂ എന്ന് പറഞ്ഞാൽ, ഈശ്വരൻ സാധ്യമാക്കിയില്ലെങ്കിൽ മനുഷ്യന് അസ്തിത്വം പോലും ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. സ്നേഹം ആത്മസമർപ്പണവും കവിഞ്ഞൊഴുക്കുമാണെങ്കിൽ ആദം മുതലേ ഇതുപോലെയുള്ള സ്നേഹം പലയിടത്തും കാണപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തു വന്നതിന് മുൻപും അതിന് ശേഷവും, ക്രൈസ്തവരിലും അക്രൈസ്തവരിലും. അതുകൊണ്ട് ഈശ്വരൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ സ്നേഹവും പരസ്പര വിരുദ്ധമാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഈശ്വരനെ സമസ്ത ഹൃദയത്തോടും കൂടെ സ്നേഹിക്കുക, സഹോദരനെയും നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന ഈശ്വര ശാസനത്തിൽ അടങ്ങിയിരിക്കുന്നത് ദാനസ്നേഹമാണോ, ഇച്ഛാസ്നേഹമാണോ, അഗാപ്പയാണോ, ഈറോസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഉപസംഹരിക്കുമ്പോൾ സ്നേഹത്തിന് 2 വശങ്ങൾ ഉണ്ടെന്നതാണ് പരമാർത്ഥം. ഐക്യത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന മനുഷ്യന് ഈശ്വരനുമായും സഹോദരനുമായും പുനരൈക്യം പ്രാപിക്കുവാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. ഇത് ന്യായമായിട്ടുള്ളതാണ്, ദൈവദത്തമായിട്ടുള്ളതാണ്. ഇതിനെ ഈറോസ് എന്നോ ഇച്ഛാസ്നേഹമെന്നോ എന്തു വേണമെങ്കിലും വിളിച്ചുകൊള്ളൂ. പക്ഷേ അത് തിന്മയാണെന്ന് പറയാതിരുന്നാൽ മതി. അവിടെയാണ് നീഗ്രന് വലിയ തെറ്റുപറ്റിയിരിക്കുന്നത്. അഗാപ്പെ എന്ന് പറയുന്ന ദാനസ്നേഹം മാത്രമേ ദൈവദത്തമായിട്ടുള്ളൂ, മറ്റത് മാനുഷികമാണ്, മനുഷ്യനിർമ്മിതമാണ്, അതുകൊണ്ട് ദൈവവിരുദ്ധമാണ് എന്നൊക്കെ വാദിക്കുന്നത് മനുഷ്യൻ ഈശ്വര സൃഷ്ടിയല്ലാതെ മറ്റെങ്ങോ നിന്ന് വന്ന ഒരു ദൈവശത്രുവാണെന്ന തെറ്റിദ്ധാരണയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഈശ്വരനിൽ നിന്നും ഐതര്യം, ഏലിയനേഷൻ സംഭവിച്ചവനായ മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്നും മാത്രമല്ല, വസ്തുപ്രപഞ്ചത്തിൽ നിന്നും തൻ്റെ സ്വന്തം അസ്തിത്വത്തിൽ നിന്ന് പോലും ഇതരനായി തീർന്നിരിക്കുന്നു. ഈശ്വരനുമായും സഹോദരനുമായും വസ്തുപ്രപഞ്ചവുമായും സ്വന്തം അസ്തിത്വമായും താതാത്മ്യം പ്രാപിക്കുന്നതിനുള്ള ഒരു വ്യഗ്രത മനുഷ്യനിലുണ്ട്. പോരായ്മയിലാണ് അതിൻ്റെ ഉത്ഭവം. ഇല്ലായ്മയിൽ നിന്നാണത് ഉണ്മയെ ആരായുന്നത്. പക്ഷെ അതുകൊണ്ട് അത് തെറ്റാണെന്ന് വാദിച്ചുകൂടാ. എന്നാൽ നിറവിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന സ്നേഹം അഗാപ്പെ, കുറവിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹമായ ഈറോസിൻ്റെ പൂർത്തീകരണമാണെന്നുള്ളതാണ് പരമാർത്ഥം. ഇങ്ങനെയുള്ള സ്നേഹം ക്രിസ്തു വന്നതിന് ശേഷമേ ഉണ്ടായിട്ടുള്ളൂ എന്നോ ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നോ ഒക്കെയുള്ള വാദം ഒരുതരം അഹം കേന്ദ്രമായ പരിമിതമായ ക്രൈസ്തവ ദർശനത്തിൽ നിന്നാണ് ഉദിക്കുന്നതെന്ന് തോന്നുന്നു. പഴയ നിയമത്തിലെ രൂത്തിന് നവോമിയോടുള്ള സ്നേഹം അഗാപ്പയാണോ ഈറോസാണോ? നീ പോകുന്നിടത്ത് ഞാനും പോകും,
നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. വിദേശിയായ ഒരു മരുമകൾ അമ്മയോട് പറഞ്ഞ ഈ വാക്കുകൾ അഗാപ്പയുടെ തന്നെ പ്രകടനമാണ്. അവൾക്കൊന്നും കിട്ടാൻ വേണ്ടിയല്ല അവളിത് പറഞ്ഞത്. കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ കഴിയുന്ന പരദേശിക്ക് ഒരു കോപ്പ വെള്ളമോ കൊയ്ത്ത് കഴിഞ്ഞ് 2 കതിരോ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. കുമാരനാശാന്റെ കരുണയും ബുദ്ധന് ചിറകൊടിഞ്ഞ മാടപ്രാവിനോടുള്ള സ്നേഹവുമൊക്കെ വെറും മാനുഷികമെന്നോ ഇച്ഛാസ്നേഹമെന്നോ ഒക്കെ വിശേഷിപ്പിച്ചാൽ അത് എത്രമാത്രം വിശ്വാസ്യമായിരിക്കും. ഈശ്വരൻ നമ്മോടുള്ള സ്നേഹമാണ് സ്നേഹത്തിൻ്റെ ഉന്നത രൂപമെന്ന് പറഞ്ഞാൽ അതിൽ ന്യായമുണ്ട്. മനുഷ്യന് ഈശ്വരനോടുള്ള സ്നേഹം ഈശ്വരന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതികരണമാണെന്ന് പറഞ്ഞാലും ന്യായമുണ്ട്. പൂർണ്ണമായും അല്ലെങ്കിലും പക്ഷേ രണ്ടും പരസ്പര വിരുദ്ധമാണെന്ന് പറയുന്ന ദ്വിത്വവാദം ക്രിസ്തീയ വിശ്വാസത്തിന് പുറമേ നിന്ന് കടന്നുകൂടിയ ഒരു ഭയങ്കര വേദവിപരീതമാണ്. ഇത് വേദഗ്രന്ഥത്തിൽ കാണുകയില്ല, പിന്നീടുള്ള ക്രിസ്തീയ പാരമ്പര്യത്തിലുമില്ല. അഗസ്തീനോസ് കൊടുത്ത അടിസ്ഥാനത്തിന്മേൽ കാൽവിൻ കെട്ടിപ്പടുത്ത ഒരു അബദ്ധ ചിന്തയുടെ വികസിത രൂപമാണ് നീഗ്രൻ്റെ ചിന്ത. ഈശ്വരൻ സ്നേഹമാണ്, അവിടുത്തെ നിറവിൽ നിന്നാണ് സ്നേഹം ഉദിക്കുന്നത്. ആ സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിയുടെ ഉൽപ്പത്തി. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ സഹചാരിയായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മനുഷ്യൻ തന്നെ ഈശ്വരനിൽ നിന്ന് വേർപെടുത്തിയപ്പോൾ അവന് എല്ലാ വശത്തും ഐതര്യം സംഭവിച്ച് അവൻ വിവശനായി തീർന്നത്. ഈ വൈവശ്യത്തിൽ അവൻ ഈശ്വരനിലേക്ക് ഇച്ഛയുടെ കണ്ണുകൾ ഉയർത്തുകയും കരൾ ചലിപ്പിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിൽ തെറ്റൊന്നുമില്ല, ഈശ്വരവിരോധവുമില്ല. അതുകൊണ്ട് മാത്രം അവൻ്റെ വൈവശ്യം പരിഹരിക്കപ്പെടുകയില്ല. അവൻ്റെ ബലഹീനതയിലും വൈവശ്യത്തിലും സ്നേഹസ്വരൂപിയായ ഈശ്വരൻ മനുഷ്യനായി തീർന്ന് പങ്കുവഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തു മൂലം ഈശ്വരനുമായി വീണ്ടും ബന്ധമുണ്ടാകുന്നതിൻ്റെ ഫലമായി വീണ്ടും ഈശ്വരനിൽ നിന്നെന്ന പോലെ നിറവിൽ നിന്നുള്ള കവിഞ്ഞൊഴുക്കിൻ്റെ സ്നേഹം മനുഷ്യനും സാധ്യമായിത്തീരുന്നു. എന്നാൽ ആ ബന്ധത്തെ ഉറപ്പിക്കുന്നതിന് കുറവിൽ നിന്നുത്ഭവിക്കുന്ന സ്നേഹത്തിന് നിറവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന കഴിവിൻ്റെ പ്രകടനമാണ് ക്രിസ്തീയ യോഗാത്മകത. അതിൻ്റെ ഉച്ചകോടിയിലുള്ള പ്രകടനം കാലത്തിലുള്ളത് ദിവ്യബലിയാണ്. അതാണ് സ്നേഹത്തിൻ്റെ പരമപ്രകടനം. അതിലാണ് ക്രിസ്തുമതത്തിൻ്റെ അന്തഃസത്തയും.